واجعل لي وزيرا من أهلي هارون أشدد به أزري وأشركه في أمري شبيهك بدر الليل بل أنت أنور ووجهك من ماء الملاحات أزهر فيا زينة الدنيا ويا غاية المنى فمن ذا الذي من حسن وجهك يبصر فثلثك كافر وربعك أنبر وخمسك ياقوت وباقيك جوهر صلاة وتسليم അവിടെ ഇരുന്ന് ഉറച്ചില്ലെന്ന് പറഞ്ഞു صلاة وأزكى تحيتي فصلصوك كافر وربعك عنبر وخمسوك ياقوت وباقيك جوهر صلاة أزكى تحيتي خير البرية مصطفى جاني رحمتك لكم سلام مصطفى جاني رحمتك لكم سلام سيدي نزيد ذاتك لكم سلام مصطفى رحمتك لكم سلام വല്ലതും അറിഞ്ഞോ നിങ്ങൾ? എന്ത് ഒന്നും അറിഞ്ഞില്ല. ഞാൻ മൈക്ക് മാറ്റി വെച്ചു. നിങ്ങൾ അറിഞ്ഞില്ല. ഈ മൈക്കെടുത്ത് ഞാൻ മാറ്റി വെച്ചു. ഒക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കഴിഞ്ഞു. ബാസ് കുറച്ച് നല്ല ഷാർപ്പാക്കും, നല്ല ഡെപ്തുള്ള ഡിലേ കൊടുക്കും. ഏറ്റവും സ്നേഹസമ്പന്നരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, നമ്മുടെ സംഗമത്തെ സമ്പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഈ നിമിഷം വരെ സംഭവിച്ചുപോയ സർവദോഷങ്ങളും പുറത്തുമാക്കി തരുകയും സൃഷ്ടജീവിതങ്ങളുടെ ഇഷ്ടപ്രകാരം അവന്റെ ഇഷ്ടദാസന്മാർ അപ്രകാരമാണ് ലോകത്തിൽ നിന്ന് വിടപറയുന്നത്. അപ്രകാരം സുന്ദരമായ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് പുഞ്ചിരിച്ച് വിടപറയുന്ന മുത്തക്കങ്ങളും അല്ലാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ഭൂതവംശകൾ, ഗുണവംശകൾ, നമ്മോട് ദുആന്റെ വസിയത്ത് ചെയ്തവർ, നാം ദുആന്റെ വസിയത്ത് ചെയ്തവർ, വിജ്ഞാനത്തിന്റെ വഴിയിൽ സഹായിച്ചവർ, പ്രഭാഷണ മേഖലകളിൽ സഹകരിക്കുന്നവർ, വേദികളിലും സദസ്സുകളിലും ഉപേഷ്ടമാകുന്നവർ, നമുക്ക് ഭക്ഷണം നൽകുന്നവർ, ഞാൻ ആരോടൊക്കെ പ്രാർത്ഥന കൊണ്ട് കടമപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓരോരുടെയും അല്ലാഹു പറയപ്പെട്ട ഭാഗ്യത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചെറിയ
പ്രവാസികൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? അത് ഇന്നോടാ ചോദിക്കേണ്ടതാ. ആ ചോദ്യം നിന്നോടാ ചോദിക്കേണ്ടത്. അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്നൊരു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനങ്ങ് കൊല്ലത്തി എന്നാലും കിള്ള ഉള്ളത് ഇപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി പറഞ്ഞാൽ ഞാൻ മോശക്കാരനായി, ബാക്കിയുള്ളവരൊക്കെ മിടുക്കന്മാരായി. ഒക്കെ സമയമുണ്ട്, അതിനൊക്കെ സമയാസമയത്ത് ചെയ്താൽ ഓക്കെ. എല്ലാ മട്ടങ്ങളും എന്താ ചെയ്യാ, ആകെ വിഷമത്തിലുള്ളത്. സഹോദരങ്ങളെ, അത്രയും ലെങ്ത് വേണ്ട, 2-3 റിപ്പീറ്റ് മതി. ഉള്ള റിപ്പീറ്റ് നല്ല സ്ട്രോങ് ആവണം. അതിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടണമെങ്കിൽ കൈകാര്യം കറക്റ്റായിട്ട് ചെയ്യാൻ അറിയുന്ന ഒരാൾ വേണം, അല്ലെങ്കിൽ ഒരു DD3 വേണം, അല്ലെങ്കിൽ ഒരു 4 or 5 ഏതെങ്കിലും ഒന്ന് വേണം. അപ്പോൾ അതൊക്കെ സമയത്ത് ചെറിയ കാര്യങ്ങളൊക്കെ വിഷയങ്ങൾ നമുക്ക് പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ സ്വാലിഹീങ്ങളെ അനുസ്മരിക്കണം. അവരുമായി ബന്ധപ്പെട്ട അപദാനങ്ങളെ വായിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആത്മീയമായ ഉയർച്ചയ്ക്ക് കാരണമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനാളുകളെ അനുസ്മരിക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ അനുസ്മരിക്കുന്നു, അല്ലെങ്കിൽ ഖുതുബുൽ ആലം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അങ്ങനെയുള്ള ഔലിയാക്കന്മാരെ അനുസ്മരിക്കുന്ന സദസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ തങ്ങളവരുകൾ ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമുക്കൊരു തസ്കിയത്തിന് വേണ്ടിയാണ്. പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അതിനോട് നീതി പാലിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യാവുന്നിടത്തോളം ഉൾക്കൊള്ളാവുന്നിടത്തോളം കാര്യങ്ങൾ സ്വായത്തമാക്കുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ ശേഷിയുണ്ട് നമുക്ക് ഗുണം കിട്ടുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുന്നവരാകട്ടെ. ഈ ആധുനിക സാഹചര്യത്തിൽ ആത്മസംസ്കരണത്തിന് ധാരാളം പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. ഭൗതികമായ ധാരാളം വികാസങ്ങളുടെ വിലാസങ്ങൾ ലോകത്തിന്റെ ഒരുമേറിൽ ഓരോ പ്രൗഢിയോടുകൂടി പോറ്റെടുക്കുകയും ഓരോ നിമിഷവും ലോകം ശാസ്ത്രീയമായി വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയും അത്ഭുതമായ ലോകത്തിന്റെ വളർച്ച അവൻ തോർക്കുന്ന ഭൂമിയിൽ നിന്ന് മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് പ്രയാണം ചെയ്യുകയും ചൊവ്വാഗ്രഹത്തിൽ പാർപ്പിടമൊരുക്കാൻ വേണ്ടി 1,00,000-ൽ പരം വരുന്ന ആളുകൾ എത്രയോ കോടിക്കണക്കിന് രൂപ വലിയ ഒരു കേന്ദ്രത്തെ ഏൽപ്പിക്കുകയും ചൊവ്വാഗ്രഹത്തിൽ പോയി ഭൂമി വിട്ട് ചൊവ്വയിൽ പോയി താമസിക്കാനുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ അടുത്ത 3-4 ആളുകൾക്ക് പോകാനുള്ള സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അവിടെ ഭരണം നിർമ്മിക്കാനുള്ള മെറ്റീരിയൽസ് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ലോകത്തിന്റെ പല കോണിലും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ സംവിധാനങ്ങളും നമ്മുടെ പൂർവികരായ നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളെ അപേക്ഷിച്ച് അവർ സ്വപ്നലോകത്തിനോടും ചിന്തിച്ചിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്.
അവർക്ക് അൽഹംദുലില്ലാഹ് സ്വർഗത്തിന്റെ ധാരാളം കവാടങ്ങൾ നിലർക്കെ തുറക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ജീവിച്ചവരായിരുന്നു. ഇന്ന് തങ്ങൾ പറഞ്ഞതുപോലെ ധാരാളം വാളുണ്ട്, ക്ലാസുകളുണ്ട്, സെമിനാറുകളുണ്ട്, സിമ്പോസിയങ്ങളുണ്ട്, സ്റ്റഡി ക്ലാസ് ഉണ്ട്, വനിതാ ക്ലാസ് ഉണ്ട്, CD ഉണ്ട്, ഇല്ലേ, യൂട്യൂബ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും അറിഞ്ഞു പഠിക്കാനും അല്ലെങ്കിൽ ആത്മീയമായ വിഷയങ്ങൾ സമ്പാദിക്കാനുമുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലോ മനുഷ്യർ വല്ലാത്ത അപകടത്തിൽപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. ആത്മീയമായ അപജയത്തിലും അപകടത്തിലും മനുഷ്യർ ആപതിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ മുൻഗാമികളായ ആളുകൾ വലിയ പാപങ്ങളായി കണക്കാക്കിയിരുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ നിസ്സാരമായി കാണുകയാണ്. നമ്മുടെ മുൻഗാമികൾ വളരെ വലിയ പാപങ്ങളായി കണക്കാക്കിയിരുന്നത് നമ്മുടെ ഇക്കാലത്തുള്ള ആളുകൾ വളരെ നിസ്സാരമായി കാണുകയാണ്. നമ്മുടെ പൂർവികരായ പ്രപിതാക്കന്മാർ അവർ ചെറിയ പാപങ്ങളായി ഗൗരവത്തോടെ കണ്ടിരുന്നത് ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ നാം അനുവർത്തിച്ചു വരികയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെന്നും പറഞ്ഞു വരുന്നത് മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണമെങ്കിൽ ഒരു പിടി ആത്മീയമായ ഊർജ്ജം നമുക്ക് ആവശ്യമാണ്. പ്രത്യേകമായ ഒരു കരുത്തോടുകൂടിയിട്ടുള്ള ഒരു കാൽവെപ്പിനല്ലാതെ സഹോദരങ്ങളെ ഒന്നുകൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. വളരെ വലിയൊരു പ്രതീക്ഷയിലാണ് നല്ലൊരു കിലോമീറ്റർ ഞാൻ സ്വന്തം ഡ്രൈവ് ചെയ്ത് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഒരു ക്ലാസ് എടുക്കാൻ പോലുമുള്ള ഒരു മാനസികാവസ്ഥ, ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നില്ല. എന്നോട് ക്ഷമിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടും എനിക്ക് കൂടുതലൊന്നും ഞാനൊന്നും പറയാറില്ല. ആരെങ്കിലും വിളിച്ച് ചോദിക്കുക, ഉസ്താദ് എത്ര വാട്സ് വേണം? ഞാൻ പറയും നിങ്ങളുടെ സ്ഥലത്തിന് പറ്റിയ വാട്സ് എടുക്കുക. 2 ബോക്സ് മതി, ഉള്ളത് മട്ടുക. അല്ലെ ഒരു ബോക്സ് മതി, ഒറ്റൊരു ബോക്സ് മതി, പക്ഷെ ഉള്ളത് പെർഫെക്റ്റ് ആകുക. 2 ആൾ മതി മുമ്പിൽ, 2 ആളും എന്നെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒരൊറ്റ അവരുള്ളതാവട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പല ചെറുപ്പക്കാരും പ്രതീക്ഷയോടെ വീക്ഷിക്കുന്നുണ്ടാവും. എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് എന്റെ വിഷയത്തിലേക്ക് കടന്നുപോകും. ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, ആത്മീയമായ ഈ വികാരങ്ങളെ നമുക്ക് പരിചയപ്പെടാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും സമുത്കൃഷ്ടമായ സൃഷ്ടി വിഭാഗമാണ് മനുഷ്യർ. ഏറ്റവും സമുത്കൃഷ്ടത മനുഷ്യർ ജന്മി 2 വിഭാഗമല്ലാത്ത ഒരൊറ്റ വിഭാഗത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ അത്രയും സ്ഥാനമുള്ള വേറെ ഒരു ടീമില്ല. മലക്കുകളെക്കാളും വലിയ ഹൈപ്പവരുള്ളവരാണ് മനുഷ്യർ. എന്തുകൊണ്ടെന്നാൽ മലക്കുകൾ അവർ അല്ലാഹുവിനെ എതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രകൃതിയിലല്ല അവരെ പഠിച്ചത്. അല്ലാഹുവിനെ എതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രകൃതി അവർക്കില്ല. അല്ലാഹുവിനെ എതിരെ പ്രവർത്തിക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല. ഒരു മുതത്തറ അവരങ്ങനെ അല്ലാഹുവിനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷെ മനുഷ്യർക്കും ജില്ലകളിൽ അല്ലാഹുവിനെ എതിരെ പ്രവർത്തിക്കുന്ന പ്രകൃതിയും കൂടി കൊടുത്തു. ഇന്ന് ശാക്യറും ഇന്ന് കഫൂറും. നന്ദിയുടെയും നന്ദികേടിന്റെയും 2 റൂട്ടുകൾ അല്ലാഹുവിന്റെ ദുനിയാവിലുണ്ട്. ഈ റൂട്ടുകൾ കൊടുത്തുകൊണ്ട് മനുഷ്യർക്ക് ചിന്തിക്കാനും സ്വതന്ത്രമായി തെരഞ്ഞെടുക്കാനും അവനല്ലാതെ കഴിവ് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കും ജിന്നിനും പ്രത്യേകമായ കഴിവുണ്ട്. നിങ്ങൾ ആലോചിക്കണം, മൃഗങ്ങൾ, മനുഷ്യനല്ലാത്ത ജന്തുക്കൾ, പറവകൾ, പക്ഷികൾ, നാൽക്കാലികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിക്സഡ് ജീവിതമാണ്. അവരോട് യാതൊരു വിധമായ കൽപ്പനയുമില്ല. അവരുടെ ജീവിതം വളരെ ഫിക്സഡാണ്. പറഞ്ഞാൽ മനുഷ്യൽപ്പെട്ടവരുമാകും ആദം അലൈഹിസ്സലാം. ഒന്നും ഉഷാറായിട്ട് സ്വലാത്താൻ പറ്റും. ആദം
അലൈഹിസ്സലാം. ആ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു കിളി എങ്ങനെയാണ് കൂട് നിർമ്മിച്ചിട്ടുള്ളത്? ഈ ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിലും ആ കിളിയുടെ കൂട് നിർമ്മാണം അപ്രകാരമാണ്. ഒരു മാറ്റമില്ല. ഒരു കന്നുകാലി വർഷങ്ങൾക്ക് മുമ്പ് അന്നം അന്വേഷിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് പുറപ്പെട്ടു പോയത് അപ്രകാരമാണ്. അതുപോലെ തന്നെയാണ് ഇക്കാലഘട്ടത്തിലും ആ കന്നുകാലികൾ ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്കോ പരിസ്ഥിതിക്കോ യാതൊരു മാറ്റമില്ല. എന്നാലോ മനുഷ്യൻ 5 വർഷത്തിന് മുമ്പ് പണിത് പൂർത്തിയാക്കിയ ഒരു വീട് ഇപ്പോൾ അത് ഔട്ട് ഓഫ് ഫാഷനാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു വാഹനം നമ്മൾ പുറത്തിറക്കിയാൽ നാളെ പുതിയ സീരിയസ് ഉള്ള വാഹനം വരെയാണ് മറ്റൊരു ലോകത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത് ബൗദ്ധികമായ കഴിവ് ഭൗതികമായ ലോകത്ത് അല്ലാതെയാണ്. എന്തിനു വേണ്ടിയാണ് ഈ ആധുനികതയുടെ പളപ്പളപ്പിൽ അഭിനമിക്കാനില്ല. ഈ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തി അവൻ സ്വന്തം വിലാസത്തെ കണ്ടെത്താനും നമുക്കൊരു അഡ്രസ്സുണ്ട്, നമുക്കൊരു വിലാസമുണ്ട്. നമ്മുടെ ആ അഡ്രസ്സിനെ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. നമ്മുടെ അഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. ഈ നൈമിഷികമായ ഈ ഭൂമിയുടെ പുറംപൊലികളിലെ ജീവിതം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രവിശാലമായി തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടർത്ഥത്തിൽ വിശാലതയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ചിന്തിക്കണം. ഒന്ന്, ദുനിയാവ് വിശാലമാണ് നമുക്ക് തോന്നാൻ, ഭൂമി വിശാലമാണെന്ന് തോന്നാം. അതുപോലെ ഇവിടെയുള്ള സമയം വിശാലമാണെന്ന് തോന്നുന്നു. രണ്ടും തുലം തുച്ഛമാണ്. നിങ്ങൾ ആലോചിക്കണം, പ്രകാശവർഷങ്ങളിൽ കവലയുള്ള 1 കോടി ഭൂമിയേക്കാൾ വലിപ്പമുള്ള അന്ധകടാഹത്തിൽ നക്ഷത്രങ്ങളും താരാപഥങ്ങളും വേറെയുണ്ട്. ഈ അണ്ടകടാകത്തിൽ ഭൂമിയല്ലാത്ത ഗോളങ്ങളും നക്ഷത്രങ്ങളിലേക്കും ചേർത്ത് നോക്കിയിട്ട് ഭൂമിയുടെ വലിപ്പം ഈ ഭൂമിയിൽ കിടക്കുന്ന ഒരു മണൽത്തരിയോ ഒരു മൺതരിയോ അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ഒരു വലിപ്പമേ അണ്ടകടാഹത്തിലുള്ള മറ്റുള്ള നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെയും അടുത്ത് ഭൂമിക്കുള്ളൂ. നിങ്ങൾ ആലോചിക്കണം, ആയിരക്കണക്കിന് 10,000കണക്കിന് പ്രകാശവർഷങ്ങൾ കവലയുള്ള കോടിക്കണക്കിന് ഭൂമിയുടെ വ്യാപ്തിയുള്ള മറ്റുള്ള ഗോളങ്ങളും ഇവിടെയുണ്ട്. പ്രകാശവർഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പ്രകാശത്തിന്റെ വേഗത ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നത് 3 × 10⁻⁸ വേഗതയാണ്. 3 ലക്ഷം കിലോമീറ്ററാണ്. ഒരു ദിവസം 1 മിനിറ്റിൽ 1,85 ലക്ഷം കിലോമീറ്ററാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ലൈറ്റ് ഒരു ദിവസം 90,000 കോടി കിലോമീറ്ററാണ്. ചിന്തിക്കണം. ഇങ്ങനെ ഒരു ദിവസം 90,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം ഒരാഴ്ച കൊണ്ട് എത്ര സഞ്ചരിക്കും? കണക്ക് നിങ്ങൾ കൂട്ടി വെച്ചിരുന്നാൽ അത് ഞാൻ അടുത്ത പരിപാടിക്ക് വരുമ്പോൾ ഇൻഷാല്ലാ ചോദിച്ചോളാം. ഒരു മാസം എത്ര സഞ്ചരിക്കും? ഒരു ദിവസം 90,000 കോടി കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം 6 മാസം എത്ര സഞ്ചരിക്കും? ഒരു വർഷം എത്ര സഞ്ചരിക്കും? അതാണ് ഒരു പ്രകാശവർഷം. അങ്ങനെയുള്ള 1000 അല്ല 10,000കണക്കിന് പ്രകാശവർഷങ്ങൾക്കകലെ ഒരിക്കലും മനുഷ്യൻ ഇങ്ങനെ ഒരു അറിവേ ഉള്ളൂ, അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ പറഞ്ഞു വരുന്നത് ഭൂമി വളരെ നിസ്സാരമാണ്. ഈ അണ്ടകടാഹത്തിലുള്ള ഇതര നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും കുറിച്ച് മാത്രം പഠിക്കുമ്പോൾ ഭൂമി വളരെ നിസ്സാരമാണ്. ഇവിടെയുള്ള കാലാവധി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ തുലവും തുച്ഛമാണ്. ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ ഗർഭഗൃഹത്തിൽ 9 മാസവും 17 ദിവസമാകുമ്പോൾ ആ മാതാവിന്റെ ഗർഭഗൃഹത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അടുക്കൽ ഒരു മുലക്ക് കടന്നു വരികയാണ്, ഒരു മാലാക കടന്നു വരികയാണ്. ആ കുഞ്ഞിനോട് പറയുന്നു, കുഞ്ഞിനെ നിനക്ക് പുറത്തു വരാനുള്ള സമയം, നീ
ഗർഭാശയത്തിൽ വസിച്ചത് മതിയാക്കണം. ഇനിയൊരു താമസിക്കാനുള്ള അനുവാദമില്ല. പുറത്തേക്ക് കടന്നു വരണമെന്ന് കുഞ്ഞിനോട് പറയുമ്പോൾ ആ കുഞ്ഞിനോടൊക്കെ ചോദിക്കുകയാണ്, ഈ സുഖാസമയത്ത് ഞാൻ എവിടെ പോകാനാണ്? ഗർഭഗൃഹത്തിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പ്രതികരണമാണ്, ഞാൻ ഈ ലോകം വിട്ട് എവിടെ പോകാനാണ്? നിനക്ക് പറയാൻ കുഞ്ഞ്, നിനക്കൊന്ന് ചെയ്യായി കിടക്കാൻ പോലുള്ള അവസരമില്ലാത്തൊരു ലോകമാണ് ഗർഭാശയം. നിന്റെ പുറത്ത് ഗർഭാശയത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഭൂമി വളരെ വിശാലമാണ്. ഗർഭാശയത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ് ഭൂമി വളരെ വിശാലമാണ്. അവിടെ നീലാകാശമുണ്ട്, അവിടെ പക്ഷികളുണ്ട്, പരലുകളുണ്ട്, വലിയ അമ്പരചുണ്ടികളായ പർവ്വതങ്ങളുണ്ട്, ആർത്തിരമ്പി വരുന്ന അലമാല കുറുമാളുകളുണ്ട്, കാട്ടരുവികളുണ്ട്, കാട്ടുമൃഗങ്ങളുണ്ട്. ഈ ഭൂമിയുടെ സൗകര്യങ്ങളിൽ ആ കുഞ്ഞിനോട് പറയുമ്പോൾ ആ കുഞ്ഞ് ചോദിക്കുകയാണ്, ഇതിനേക്കാളും വലിയ ലോകമുണ്ട്? കുഞ്ഞിന്റെ ചോദ്യമാണ്, ഈ ഗർഭാശയത്തെക്കാൾ വലിയ ലോകം പറയുന്നത്? എന്തുകൊണ്ടാണ് കുഞ്ഞിനെ ചോദിക്കാനുള്ള കാരണം? ആ ഗർഭാശയത്തിനേക്കാൾ വലിയ ലോകം കുഞ്ഞ് കണ്ടിട്ടില്ല. കുഞ്ഞിന്റെ ചിന്ത ഇതാണ് ഏറ്റവും വലിയ ലോകം. ആ ഗർഭഗൃഹത്തെക്കാൾ വലിയ ഒരു ലോകം വേറെ വരാനില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിയിലെ ഭൂമിക്കുഞ്ഞുങ്ങളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അനന്തമായ പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളാകുന്ന ഈമാൻ പുറങ്ങളിൽ ആലോചിക്കുകയാണ്, തീർച്ചയായും ഇതിനേക്കാളും വലിയ പരലോകമാണ്. കുഞ്ഞ് അത് മാത്രമേ കണ്ടിട്ടുള്ളൂ, നമ്മളും ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളും ആലോചിച്ച് പോവുകയാണ്. അതാണ് ഈ സ്ഥലത്തിന്റെ പരിമിതി. എന്നാൽ സമയത്തിന്റെ പരിമിതി ഞാനെന്ന് പറഞ്ഞു തരത്തില്ല. ഈ ലോകത്തെ ജീവിതത്തിന്റെ നിസാരത, ഇവിടെയുള്ള സമയത്തിന്റെ വളരെ കുടിശ്ശിയായ ഒരു സമയത്തിന്റെ നിലവാരം, അതിനെക്കുറിച്ച് മുഹമ്മദ് പറയുകയാണ്, രണ്ട് നീണ്ട ശ്രദ്ധിക്കുന്നവർക്ക് തിരിയും, അല്ലാത്തൊരു നട്ടം തിരിയും, ഒരു സംശയമില്ല. ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾക്ക് തിരിയുന്നില്ലേ? ഇനി കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു പോയിന്റ് പറയാണ്, വിശദീകരിക്കാനുള്ള സമയം വരാം. രണ്ട് അറ്റമില്ലാത്ത മറുകര കാണാൻ പറ്റാത്ത നീണ്ട രണ്ട് ഇല്ലാണ്. അതിന്റെ ഇടയിലുള്ള ചെറിയൊരു ഉണ്മയാണ് നമ്മുടെ ജീവിതം. എന്താ പറഞ്ഞത്? കര കാണാത്ത രണ്ട് നീണ്ട ഇല്ലാണ്. അതിന്റെ ഇടയിലുള്ള ചെറിയൊരു ഉണ്ടാകലാണ് നമ്മുടെ ഈ ജീവിതം. എന്താണ് സഹോദരങ്ങളെ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം വല്ലാത്ത അർത്ഥമാണ്. കാരണം നമ്മൾ ഇല്ലാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, നമ്മളില്ലാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അല്ലേ? നമ്മളില്ലാതിരുന്നൊരു സമയം, നിങ്ങൾ എന്താണ് മനുഷ്യന്മാർ മനസ്സിലാകുന്നില്ലേ? നമ്മളില്ലാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ എപ്പോഴും ഉള്ളവരായിരുന്നോ? നമ്മളില്ലാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. എത്ര നാള് നമ്മളില്ലാതിരുന്നു? പറയാം, ഞാൻ പറയും, എന്നെ കണക്ക് പറയണം. എത്ര നാള് നമ്മളില്ലാതിരുന്നു? നമ്മളില്ലാതിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളില്ലായ്മയിൽ നിന്ന് വന്നവരാണ്. എത്ര നാള് നമ്മളില്ലാതിരുന്നു? പറ്റുമോ? നിങ്ങൾ മനസ്സിലാവുന്നില്ലേ? നമ്മൾ എത്ര നാളില്ലാതിരുന്നു എന്നതിന്റെ കണക്ക് പറയാൻ പറ്റുമോ ഇല്ല? യെസ് ഓർ നോ? മിണ്ടുന്നില്ലല്ലോ റബ്ബി. എടാ, എനിക്ക് കന്നഡ അറിയാമെങ്കിൽ ഞാൻ അങ്ങനെ പറയൂ. എനിക്ക് മലയാളം അറിയൂ, അതുകൊണ്ടാണ്. നമ്മൾ എന്നൊന്നും ഉള്ളവരായിരുന്നോ? നിങ്ങളൊന്ന് പ്രതികരിക്കുക, ഞാൻ നോക്കട്ടെ. ഒന്ന് മൂളകളിൽ തലയെങ്കിലും നട്ട്. ഇതിങ്ങനെ ചെറിയ കാറിന്റെ മുമ്പിലൊക്കെ ഉണ്ടാവും ചെറിയ പ്രതിമ, അത് പിന്നെ കട്ടറി വീണാണെങ്കിലും തലകുലുങ്ങും. നമ്മൾ എന്നൊന്നുള്ളവരായിരുന്നോ? അല്ല.
നമ്മൾ ഇല്ലാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. 40 വയസ്സുള്ള ആള് 45 വർഷത്തിന് മുമ്പ് എവിടെയാണ്? അല്ല 41 വർഷത്തിന് മുമ്പ് എവിടെയാണ്? അപ്പൊ നമ്മൾ ഇല്ലാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. എത്ര നാള് നമ്മൾ ഇല്ലാതിരുന്നു? അതാണ് ചോദിക്കുന്നത്. പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുന്ന മിടുക്കന്മാരുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ നിർത്തി. അങ്ങനെ പറയാൻ പറ്റില്ല. എത്ര നാൾ നമ്മളില്ലാതിരുന്ന സമയം നമുക്കറിയില്ല. ഇനിയും നമ്മളില്ലാതാകാൻ പോകുന്നു. ഭൂമിയുടെ പുറംപിടിയിൽ നിന്ന് അലൈഹിസ്സലാം ആര് വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചാലും 100% വരും എന്നുറപ്പുള്ള ഒരാളിന്റെ പേരാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയാലും മൂപ്പര് വരും. മൂപ്പര് നമ്മളെ കൊണ്ട് മൂപ്പര് ഡ്യൂട്ടികളാണ്. അവസാനം എന്നിട്ട് മൂപ്പര് തന്നെ താങ്കളുടെ റോഡിനെ പിടിച്ചിട്ട് ഒക്കെ നശിക്കാൻ പോകും. എന്റെ വാക്കല്ല, എല്ലാം നശിക്കാൻ പോവാണ്. ശരീരങ്ങളുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സയന്റിസ്റ്റുകളിൽ ഏറ്റവും വലിയ പ്രതിഭയായ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞയെടുത്ത് പറഞ്ഞാൽ ഒക്കെ നശിക്കാൻ പോവാണ്. അതിന്റെ അടയാളമാണ് ഈ ശാസ്ത്രത്തിന്റെ വികാസം. വേറെ വിഷയം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നമ്മൾ ഇല്ലാതാകാൻ പോവാണ്, നമ്മൾ മരിക്കാൻ പോവാണ്. പിന്നെ നമ്മൾ ഭൂമിയിലില്ല. പിന്നെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത് ഭൂമിയിലല്ല, പരലോകത്തിലാണ്. അപ്പൊ പിന്നെ നമ്മൾ എത്ര നാള് ഭൂമിയിലില്ല? അതിന് കണക്കുണ്ടോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് കര കാണാത്ത രണ്ട് നീണ്ട ഇല്ലായ്മ, അതിന്റെ ഇടയിലുള്ള ഒരു ഉണ്ടാകൽ, ഒരു ചെറിയ ഉണ്ടാകൽ മാത്രമാണ് നമ്മുടെ ഈ ജീവിതം. ഇതിന്റെ നിസ്സാരത നിങ്ങളൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. രണ്ട് നീണ്ട കര കാണാത്ത രണ്ട് നീണ്ട ഇല്ലായ്മ, അതിന്റെ ഇടയിലുള്ള ചെറിയ ഉണ്ടാകലാണ് നമ്മുടെ ജീവിതം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ആലോചിക്കണം. അല്ലാഹു നൽകിയിട്ടുള്ള ആരോഗ്യം, അല്ലാഹു നൽകിയിട്ടുള്ള ആയുസ്, അല്ലാഹു നൽകിയിട്ടുള്ള നല്ല ആർജവമുള്ള സമയം അടിച്ചു പൊളിച്ച അരങ്ങുതകർക്ക് ആഭാസങ്ങളോട് അടുത്തമാനിച്ച് ആത്മീയതയിൽ അനുഭവിക്കാനുള്ളതല്ല, അല്ലാഹുവിന് നൽകാനുള്ളതാണ്, സ്വർഗമുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ത്യാഗത്തിന്റെ ഭാഗമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പല ഭാഗങ്ങളിലുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിന് മാറ്റം ഉണ്ടാകാറുണ്ട്, നമ്മുടെ കൽബിന് സ്ഥലങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ആത്മാവിന്റെ ഏതെങ്കിലും സ്ഥിതിവിശേഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പെടുന്നുണ്ട്. ഒരു വേളയെങ്കിലും നമ്മുടെ കൽബ് നിന്നിട്ട് കണ്ണീര് സകലങ്ങളായി നമ്മുടെ കണ്ണുകൾ നിറയിട്ടുണ്ട്. ഇത് പറയുമ്പോ ചില ആളുകളെ ചിന്തിക്കും, ഞങ്ങളെ കൊണ്ടിപ്പോ 5 നേരം കൃത്യമായി നിഷ്കരിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല, ഞങ്ങളെ കൊണ്ട് കള്ളം പറയാതിരിക്കാൻ അറിയാമില്ല, ഞങ്ങളെ കൊണ്ട് തെറ്റുകാതിരിക്കാൻ അറിയാമില്ല, ചെന്ന ചെയ്യാതിരിക്കാൻ നിങ്ങളെ കൊണ്ട് അറിയാമില്ല. ഞങ്ങളുടെ സാഹചര്യം എന്ന് പറഞ്ഞ് അപകടങ്ങളെ വിനാശത്തെ നരകത്തെ വിലക്കിയാണെന്ന് ആളുകളോട് ഞാനൊരു ചോദ്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു ചെറിയ ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടിട്ടാണോ പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റൂല? നമ്മൾ വെറുതെ എന്ന് പറയല്ലേ, എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയും, നമ്മൾ വെറുതെ പറയാൻ. നമ്മൾ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടിട്ടല്ലല്ലോ പറയുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ രാജ്യങ്ങളിലെ രാജ്യങ്ങളിൽ റെയിൽവേയുടെ വിഷയത്തിൽ വളരെ മാന്യമായ സ്ഥാനമുണ്ട്. 4-5 സ്ഥാനം ഇന്ത്യക്കുണ്ട് റെയിൽവേയുടെ വിഷയത്തിൽ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ റെയിൽവേ പാളം മുട്ടിക്കിടക്കുകയാണ്. ഞാൻ ഉദാഹരണം പറയട്ടെ, നമ്മുടെ യാത്ര പോയി, ആ യാത്ര നമ്മൾ 2-3 ദിവസം ഏതെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് തങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ എവിടെയാണ് റൂം എടുത്തത്? നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് നമുക്ക് റൂം കിട്ടിയത്. ഒരു ഉദാഹരണം പറയാം, നമ്മളുടെ റൂം എടുത്തു, ഭക്ഷണമൊക്കെ കഴിച്ചു, ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഒരു 10-10:30 നമ്മളിങ്ങനെ ഉറങ്ങി കിടന്നു. അങ്ങനെ ഉറങ്ങി
11:11 ആയപ്പോഴത്തേക്ക് ഒരൊറ്റ സൗണ്ട്. ഭൂമി വിഴുങ്ങുന്നതാണോ, ആകാശം ഇടിഞ്ഞ് വീണതാണോ, ബിൽഡിംഗ് താഴെ പോയതാണോ, കട്ടിന് പോലും കമ്പനുണ്ടായി. സംഭവം എന്താ? ശബ്ദം കേട്ടപ്പോ തിരിഞ്ഞില്ലേ? ആ ട്രെയിൻ പോയതാണ്. ട്രെയിൻ പോയതാണ്. ഈ ട്രെയിൻ പോകുന്നതിന്റെ തൊട്ടടുത്ത് ഭൂമിയിൽ ചെറിയൊരു കുലുക്കവും കമ്പനമൊക്കെ ഉണ്ടാവും. തൊട്ടടുത്ത് നമ്മൾ നിന്നാൽ അറിയാൻ പറ്റും. ചെറുതായിട്ട് ഇങ്ങനെ ഭൂമി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുലുങ്ങും. ട്രെയിൻ പോയതാണ് ഒന്നുമില്ലായിരിക്കും. അങ്ങനെ ജഗ്ഗിലിരുന്ന ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കുടിച്ചിട്ട് പിന്നെയും കിടക്കുക. 12:30 ഒരെണ്ണം അങ്ങോട്ട് തിരിച്ചുപോയി. ഉണർന്നു. സുബഹി വരുതന്റെ ഊപ്പർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. നെഞ്ചത്ത് കൂടി ട്രെയിൻ പോകുന്നുള്ള തോന്നുന്നു. അങ്ങനെ ഒരു പരുവത്തിനെല്ലാം കഴിഞ്ഞു. അന്നത്തെ ദിവസം ഉറക്കമില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, ആ റെയിൽവേ പാളത്തിന്റെ അത്രയും ലക്ഷക്കണക്കിന് വീടുകളിൽ കോടിക്കണക്കിന് മനുഷ്യർ അവരുടെ ഉറക്കത്തിനൊരു കുഴപ്പമില്ലല്ലോ, അവരുടെ ഉറക്കത്തിനൊരു കുഴപ്പമില്ല, അവർ മുട്ടിയില്ല, അവർക്കൊരു പ്രയാസമില്ല. സഹോദരങ്ങളുടെ വിഷയങ്ങളും ഒരു താരാട്ട് പാട്ടിന്റെ ലാഘവത്തോടെ ആശ്വസിച്ചിരുന്നാണ് അവർ കടന്നു ഇറങ്ങുന്നത്. എന്താണ് ഇവിടെയുള്ള വിഷയം? മാത്രമാണ് നമുക്ക് പരിശീലനമില്ല, നമുക്കത് പരിചയമില്ല. പക്ഷേ ആ വസിക്കുന്ന ആളുകൾ കോടിക്കണക്കിന് മനുഷ്യർ അവർ ഒന്നൊന്നരയാഴ്ച അവർ കുറക്കം കിട്ടിയുമില്ല. പിന്നെ അവർ കോപ്പിയായി. പിന്നെ അവർ 10:30 ട്രെയിൻ വന്നില്ലെങ്കിൽ അവർ ഉണരും. അങ്ങനെ കണക്ക്. അന്നത്തെ ദിവസം ട്രെയിൻ മുടക്കമുണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്തൊരു അസ്വസ്ഥതയാണ്. നമുക്കോ ട്രെയിൻ മഹോദരക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ശരീരത്തിനൊരു പരിശീലനം കൊടുക്കുന്നവർക്ക് വിജയിക്കാൻ പറ്റൂ. വാഴ് പറയാനുള്ള കേൾക്കാനുള്ള സാധനം, പക്ഷേ നമ്മുടെ ബോഡിയൊന്ന് ഒരുക്കിയെടുക്കാൻ പ്രയാസമാണ്. എന്നാലോ പറ്റാത്തതൊന്നും അല്ല കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ കൽപ്പിച്ചാൽ അള്ളാഹു നീതിമാനല്ലല്ലോ. അള്ളാഹു നമുക്ക് പറ്റുന്നത് മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ. അത് പറ്റുമോ ഇല്ലോ എന്ന് അറിയുന്നവൻ തന്നെയാണ് കൽപ്പിച്ചത്. നമ്മളതൊന്ന് പരിശീലിക്കാൻ പോലും തയ്യാറല്ല. എത്ര വലിയ ധിക്കാരികളാണ് നമ്മൾ. 5 നേരവും കൃത്യമായി നമ്മൾ കണ്ടിന്യൂ നിസ്കരിച്ചു പോകുന്നാൽ ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിസ്കരിക്കും. എവിടെയാണെങ്കിലും നിസ്കരിക്കും. സുബഹിയുടെ സമയങ്ങളുടെ കൃത്യമായി കുറെ നാളുകൾ കണ്ടിന്യൂ ഒരലാറവും വേണ്ട, ആ സമയമാകുമ്പോൾ ഉണരുന്നു. നമുക്കത് പരിശീലനമില്ല. നമ്മൾ വല്ലപ്പോഴൊക്കെ പോയി നിസ്കരിക്കുമ്പോ ഒരു പ്രയാസമാണ്. അല്ലെങ്കിൽ 11 മാസക്കാലത്ത് എന്തോ വലിയ സംഭവമൊക്കെയാണ്. പക്ഷേ ഈ 1 മാസം റമദാൻ മാസമുള്ളത് 11 മാസക്കാലം അധ്വാനിച്ചവർക്ക് ഒരുപാട് ഓഫറുകൾ നേടിയെടുക്കാനാണ്. അല്ലാതെ 11 മാസം തോന്നിവാസിയായിട്ട് നടന്നിട്ട് അവസാനം 1 മാസം കൊണ്ടെല്ലാം നേടാം എന്നുള്ള വ്യാമോഹം പറഞ്ഞു റമദാനിനെ പരിഗണിക്കാതിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിശ്രമം. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ചിന്തിക്കും, ഇന്നത്തെ ദിവസം ഞാൻ കള്ളം പറയൂല, ഇന്നത്തെ ദിവസം ഞാൻ തമാശക്ക് പോലും കള്ളം പറയില്ല എന്ന് മനസ്സിലങ്ങ് ദൃഢനിശ്ചയം ചെയ്യാം. അപ്പൊ അന്നത്തെ ദിവസം നമുക്ക് കളവ് പറയാൻ പറ്റില്ല. കളവ് പറയാനുള്ളൊരു സാഹചര്യം നമ്മൾ സത്യം പറയൂ. ഇന്ന് ഞാൻ കള്ളം പറഞ്ഞിട്ടില്ലല്ലോ, അൽഹംദുലില്ലാഹ്. ഞാൻ ചോദിക്കട്ടെ സഹോദര, എന്നോട് നിങ്ങളോട്, ജീവിതത്തിൽ ഒരു ദിവസം ഒറ്റയ്ക്കൊരു വൺ ഡേ ഒരാഴ്ചയല്ല, ഒരു ദിവസം ഒരു നല്ല മുസ്ലിമായി നമ്മൾ ജീവിച്ചൊരു ദിവസം പറയാൻ പറ്റുമോ? ഒരു കാമിലായ മുസ്ലിമായി. പിന്നല്ലേ ബാക്കിയുള്ള ജീവിതകാലത്തെ കുറിച്ച് പറയുന്നത്. ഒരൊറ്റ ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ, നേരം വെളുത്ത ഒരു ഇരുട്ടുന്നത് വരെ ഞാൻ തെറ്റുകുറ്റങ്ങളായി അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ച് നിസ്കരിച്ച് നല്ല റാഹത്തായി അന്നത്തെ ദിവസം എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ഒരു ദിവസം ഉണ്ടോ? ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ചോദിക്കുകയാണ്, ഞാൻ എന്നോട് ചോദിക്കും, നിങ്ങളാരും ബേജാറാവണ്ട.
ഉണ്ടോടാന്ന് എന്നോട് ഞാൻ ചോദിക്കുകയാണ്. ആലോചിക്കണം, ഗൗരവത്തോടെ ചിന്തിക്കണം. ഈ പോക്ക് അപകടമാണ്, ഈ പോക്ക് അപകടമാണ്. സുബ്ഹാനല്ലാഹ്, പുതിയ തലമുറ വല്ലാത്ത അപകടത്തിലാണ്. അവരാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്താനുള്ള ആളുകൾ. അവരാണ് മറ്റുള്ള ആളുകൾക്ക് ഇതാണ് ഇസ്ലാം എന്ന് പരിചയപ്പെടുത്താൻ, പ്രായോഗികവൽക്കരിച്ചുകൊണ്ട് പരിചയപ്പെടുത്താനുള്ള ആളുകൾ. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ സർവ്വാധികാരം നേടിയതിന്റെ പിന്നിൽ ധാരാളം പ്രയാസങ്ങളേറ്റിട്ടുണ്ട്, ധാരാളം പരിശീലനങ്ങൾ പ്രവാചകൻ നടത്തിയിട്ടുണ്ട്. നിർമ്മീണ്ട 40 വർഷം അതിന്റെ പരിശീലനമായിരുന്നു. 40 വയസ്സ് വരെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ നാട്ടുകാരെ തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ടില്ല. 40ാമത്തെ വയസ്സിലാണ് അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത്. പിന്നെ 40 വയസ്സ് വരെ ഹബീബായ നബിയുടെ മറ്റൊരു ലോകത്തായിരുന്നു. സഹോദരങ്ങളെ, ആ ഭാഗം കൂടുതലാണെന്ന് പറയുന്നില്ല. 40ാമത്തെ വയസ്സിൽ ലോകത്തിന്റെ അത്ഭുതങ്ങളുടെ മഹാത്ഭുതം തുടങ്ങുകയാണ്, അത്ഭുതങ്ങളുടെ കലവറകൾ തുടങ്ങുകയാണ്. 1500 വർഷത്തിന്റെ പഴക്കമുണ്ടായ പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, അതുപോലൊരു ഗ്രന്ഥം ലോകത്തില്ല. അതിന്റെ തുടക്കമല്ലയോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബുഖറത്തിൽ ചിന്താനിമഗ്നനായിരുന്ന പ്രവാചക പരിശോധനയുടെ പരിമള വീറുന്ന പരിസരത്തേക്ക് പറന്നിറങ്ങിവെന്ന് പറഞ്ഞു കൊടുത്തതെന്താണ്? വായിക്കണം നബിയെ, പ്രബോധനത്തിലുള്ള ആദ്യ വാക്കാണ്. നിങ്ങൾ ആലോചിക്കണം. അപ്പോഴാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി, എല്ലാവരും വിളിച്ചുകൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ. നിങ്ങൾ ആലോചിക്കണം, 40 വയസ്സ് വരെ അവർക്കിടയിൽ ജീവിച്ചു. പക്ഷേ നാട്ടുകാർക്ക് അറിയാവുന്നൊരു വിലാസം പ്രവാചകനെന്ന വിലാസമല്ല. ഖുറൈശി തറവാട്ടിലെ അബ്ദുല്ല ആമിനയുടെ മാന്യനായൊരു സഹോദരൻ, ഒരു മാന്യതയുള്ളൊരു വ്യക്തിത്വം എന്നൊരു വിലാസമായിരുന്നു പ്രവാചകൻ നേടിയെടുത്ത 40 വയസ്സ് വരെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ചിന്തിക്കാനാണ് കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഹബീബായ പ്രവാചകൻ എന്നിട്ട് നാട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ട് പറയാണ്, ഈ കാണുന്ന പർവ്വതമുണ്ട്, ആ കാണുന്ന പർവ്വതത്തിനപ്പുറത്ത് സർവായുധ വിഭൂഷകരായി ശത്രുവിഭാഗം നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? എന്താ പറഞ്ഞത്? തന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ വിളിച്ചുവിട്ടിട്ട് പറയാണ്, ഈ കാണുന്ന പർവ്വതത്തിനപ്പുറം വളരെ ആയുധത്തോടെ എല്ലാ നിലക്കുള്ള സർവായുധങ്ങളും ഉപയോഗപ്പെടുത്തി നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഒരു സമൂഹം പടയെടുത്തു വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? വിശ്വസിക്കും. കാരണം നിങ്ങൾ ഇന്നുവരെയും കളവ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്നുവരെയും കളവ് പറഞ്ഞിട്ടില്ല. കളവിനോട് ലാഞ്ചനയുള്ളൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കും. അപ്പോഴും ഒരു സമ്മതപത്രം വാങ്ങിവെച്ചു. ലോക ചരിത്രത്തിൽ അൽ അമീൻ, സത്യസന്ധനെന്ന് ശത്രുക്കൾ തന്നെ വിളിച്ച ഒരു നായകൻ മുഹമ്മദ് മുസ്തഫ. അല്ലമീൻ എന്ന പേര് ഉമ്മയിട്ടതല്ല, വാപ്പയിട്ടതല്ല, കുടുംബക്കാർ കൊടുത്ത പേരല്ല. പിന്നീട് പ്രവാചകന്റെ കബന്ധത്തിന് നേരെ വാളുവാനുള്ള ശത്രുക്കൾ പ്രവാചകന്റെ പ്രൗഢമായ സ്വഭാവ വൈശിഷ്ടത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് അവർ വിളിച്ച പേരാണ് അൽ അമീൻ, സത്യസന്ധൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ നബിതങ്ങൾ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ശത്രുക്കൾ വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണോ? വിശ്വസിക്കും. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ അറിയണം. ഈ ആകാശപ്പെട്ടടക്കം പടച്ച അന്ധകടാകത്തെ സംവിധാനിച്ച സർവ്വലോകങ്ങളെയും സംവിധാനിക്കുന്ന, സൃഷ്ടിച്ച് സംഹരിക്കുന്ന സർവ്വലോകമായ സർവേശ്വരനായ സങ്കീർണമായ ായ മാലിക്കായ രാജിക്കായ അല്ലോ, അവനല്ലാത്തൊരില്ലാഹില്ല, അവനല്ലാത്തൊരില്ലാഹില്ല, അതുകൊണ്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. വഅന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതനാണ്. മുഹമ്മദേ,
ഇത് പറയുന്നതാണ് ഏറ്റവും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തിയത് ഹബീബായ പ്രവാചകർ 40 വർഷം വരെ പ്രത്യേകമായ ഒരു പ്രബന്ധത്തിലായിരുന്നു ഈ സമൂഹത്തോട് സംവദിക്കാനുള്ള പ്രഖ്യാപനത്തെ ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പറഞ്ഞതിൽ പരിശീലനം നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ അമലുകളെ കുറിച്ച് എല്ലാ യാതൊരുമുണ്ട്. നമ്മൾ വിജയിക്കുമോ പരാജയപ്പെടുമോ? നിങ്ങൾ ആത്മവിശുദ്ധിയുള്ളവരാണോ? അല്ലാഹുവിന്റെ അടുക്കൽ കോപത്തിന് പാത്രമായവരാണോ? ഇന്നുവരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് വലിയ പവറുള്ളതാണ്. സ്വലാത്ത് കൊല്ലാത്ത ആള് ഭാഗ്യം കെട്ട ആളാണ്. അല്ലാണ്ട് കോപമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് അല്ലേ, എത്ര കാലമായി നമ്മൾ നിസ്കരിക്കുന്നവരാണ്. എത്ര കാലമായി പകലന്തിയോളം പടച്ചവന് വേണ്ടി പട്ടിണി കിടന്ന് നോമ്പ് അനുഷ്ഠിച്ചവരാണ്. എത്ര ആരാധനകൾ ചെയ്തവരാണ്. പക്ഷേ ലാ യദ്രി അഹദുൻ ഒരാളിന് ഉറപ്പില്ല ഒരു അമൽ സ്വീകരിച്ചിട്ടുണ്ടോ ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷെ 100% സ്വീകാര്യത ഉറപ്പായ ഒരേ ഒരു അമൽ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനെ പോലുള്ള സ്വലാത്ത്. അത് മാത്രമേ ഉള്ളൂ 100% ഉറപ്പിക്കാൻ പറ്റിയത്, സ്വീകരിക്കാൻ ഉറപ്പുള്ളത്. ആ പ്രവാചകർ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഗൗരവത്തിൽ ചിന്തിക്കണം. പരാജയപ്പെട്ടു പോകുന്ന കാരണങ്ങൾ 4 കാരണങ്ങളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നാമത്തെ കാരണം നമ്മൾ ചെയ്ത പാപങ്ങളെ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ മറന്നുപോയാൽ പരാജയപ്പെട്ടു പോകും മുഹമ്മദ് മുസ്തഫ. എന്താ കാരണം? എന്നൊരു ചിന്ത വരുമ്പോൾ കൂടുതൽ ആത്മീയമായ ഭാഗങ്ങളിലേക്ക് അവരെടുക്കാനും അല്ലാഹുവിന്റെ മരണത്തെ പേടിക്കാനും കൂടുതൽ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്നല്ലേ എന്നൊരു ആത്മീയമായ ഈർച്ച നമുക്ക് സംഭവിക്കാൻ പറ്റും. മുസ്ലിമാണ് വിനോദമില്ല കഴിഞ്ഞ പാപങ്ങളെ മറന്നുകഴിഞ്ഞാൽ സഹോദരങ്ങളെ എത്ര വലിയ ഗൗരവമാണ് പാപങ്ങൾ എന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ ജീവിതത്തിൽ ചെയ്തുപോയ ദോഷങ്ങൾ, പാപങ്ങളെക്കുറിച്ച് അലമുറയിട്ട് കിടന്ന് എത്രയോ സംഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ ഓർത്തുകയാണ് ഒരു ചെറിയ സംഭവം. മഹാനായ ശിബിലി റളിയല്ലാഹു തആല വലിയ ആരിഫാണ്, വലിയ മുത്തഖിയാണ്, പടച്ചവനിൽ അഭിനയിച്ച മഹാനവറുകൾ ഒരു ആൾപ്പാർപ്പില്ലാത്തൊരു സ്ഥലം അന്വേഷിച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. എന്തിനാണ്? അല്ലാഹുവിനെ ബോധിക്കാനാണ്. ശ്രദ്ധിക്കണം, ആരും തന്നെ കാണാറില്ല അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു ഒഴിഞ്ഞ സ്ഥലം. അങ്ങനെ പർവ്വതങ്ങളും വനങ്ങളും ചുരുട്ടിക്കടന്ന് പല തലത്തും കടന്നുപോയി ആ സ്വാമി വേറൊരു വനത്തിന്റെ അടുത്തെത്തി. ആ വനത്തിന്റെ ഉള്ളിലൂടെ കടന്നുപോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു പഴയ പള്ളി കണ്ടു. എത്തിയ സ്ഥലം അവിടെ പഴയൊരു പള്ളിയുടെ നല്ല സൗകര്യം. ആ പള്ളിയുടെ അടുക്കളയൊക്കെ വരുമ്പോൾ കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. ശിബിലി റളിയല്ലാഹു അൻഹു അത്ഭുതമായി പടച്ചവനെ ആരാണ് കരയുന്നത്, ആരാണ് നിലനിൽക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആ പള്ളിയുടെ പരിസരത്ത് പഴയ ഖബറുകളുണ്ട്. പഴയ ഖബറുകളുണ്ട്. ആ 2 ഖബറിന്റെ ഇടയ്ക്കൊരു മനുഷ്യൻ കിടക്കുകയാണ്. 2 ഖബറിന്റെ ഇടയുള്ളൊരു മനുഷ്യൻ കിടക്കുകയാണ്.
കാക്കുകയല്ലേ, എന്റെ പാപം പൊറുക്കണേ അല്ലേ. വല്ലാത്ത കരച്ചിലോ. ഇത്രയും ഉൾവണത്തി ഒരു മനുഷ്യന്റെ വാസം പോലുമില്ലാത്ത ഈ പ്രദേശത്ത് അതും പഴയ പള്ളിയുടെ പരിസരത്തെ ഖബറുകൾക്കിടയിൽ ഇങ്ങനെ വന്ന് കഴിയണമെങ്കിൽ ഒരു വലിയായിരിക്കും എന്ന് മനസ്സിലാക്കി മഹാനായ ശിബിലി റളിയല്ലാഹു, മഹാനായാന്ന് ഞാൻ പറഞ്ഞില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ ഒരു ചിന്ത പൊളിച്ചാൽ മഹാനായ ശിബിലി റളിയല്ലാഹു അൻഹു സലാം പറയാം. അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്. സലാം അടക്കുന്നില്ല. രണ്ടാമതും പറഞ്ഞു അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്. സലാം അടക്കുന്നില്ല. ഉയർത്തിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് ചാടിയ മുഴുവൻ എന്നിട്ട് ശിബിലി റളിയല്ലാഹു കാര്യം മനസ്സിലാകുന്നില്ല. അയാളങ്ങനെ ഓടിയോടി ഒരു പെണ്ണിന്റെ മുകളിൽ കയറുന്നു. എന്നിട്ട് മഹാനായ ശിബിലങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ വിളിച്ചത് ഈ വനത്തിന്റെ ഉള്ളിൽ മൃഗങ്ങളില്ല. ഈ വനത്തിന്റെ ഉള്ളിലും പഴയ പള്ളിയുടെ പരിസരത്ത് ഖബറുകൾക്കിടയിൽ നിങ്ങൾ ഒറ്റക്കിടന്നിങ്ങനെ കരഞ്ഞ് പാപം പൊറുക്കണമെന്ന് പറയണമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ രണ്ട് കൈയും നെഞ്ചിലേക്ക് അടിച്ചിട്ട് ഒറ്റ കഴിച്ചിലാണ്. വല്ലാത്തൊരു കഴിച്ചിൽ. ഇങ്ങനൊരു ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് മൂപ്പരുത് ഒരാളിന്റെ സഹായത്തിന് കപ്പൻപണിയും എടുത്ത് ഒരാളിനെയും കൂട്ടിയിട്ട് മയ്യപ്പടക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരാളിനെയും കൂട്ടി തിരിച്ചു വരുമ്പോൾ ആ മയ്യത്ത് കിടന്ന തലത്ത് മയ്യത്ത് കാണുന്നില്ല. എന്താണ് സംഭവം? നിസ്കരിച്ചു. എന്നിട്ടല്ലാനോട് പൊട്ടക്കരഞ്ഞ് പോരൊക്കെയാണ് പ്രചാരണ ആരാണ് ഈ മനുഷ്യൻ? ആരാണ് ഈ മനുഷ്യൻ? പ്രധാനീയന്റെ ഈ പ്രദാസനായാൽ ആരാണ് ഇയാളുടെ വിസ്തരി എന്താ? അതെന്ന് ആകാശലോകത്തിൽ നിന്ന് ശരീരവെക്കുക അതെന്റെ ഇഷ്ടദാസനാണ്. അതെന്റെ ഇഷ്ടദാസനാണ്. അദ്ദേഹത്തിന്റെ സംഭവം ശരീരയോട് കേൾക്കുകയാണ്. 14 വയസ്സിനുള്ളിൽ വലിയ പാപങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. വലിയ പാപങ്ങൾ മനുഷ്യനെ ചെയ്തു വീഴുമ്പോൾ മുമ്പോട്ട് പോയപ്പോൾ ആ മനുഷ്യന്റെ സ്വപ്നത്തിലല്ലോ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും ഒരു ചെറിയ അംശം, നരകശിക്ഷയിൽ നിന്നും ഒരു ചെറിയ അംശം ആ മനുഷ്യന്റെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നു. ആ മനുഷ്യൻ അങ്ങനെ ആ പാതിലേക്ക് പൊട്ടിയിറങ്ങലാണ്. അന്നുണ്ടൽ മനുഷ്യൻ പൊട്ടിക്കറിയ. ആ മനുഷ്യൻ അയാളുടെ വീട്ടിൽ നിന്ന് ഓടി കരഞ്ഞുകൊണ്ടേടി. എന്നിട്ട് ഇവിടെ വരെ വന്ന് ഈ കബറുകളുടെ ഇടയിലാണ് എന്റെ പാപം കഴിക്കുന്നല്ലോ, നരകത്തിട്ട് കാക്കണമല്ലോ. എത്ര കണ്ണിനെടുക്കുന്നു കണ്ടോ? പാപത്തെ മറന്നുപോയാൽ കഴിഞ്ഞുപോയ പാപങ്ങളെ മറന്നുപോയാൽ പരാജയപ്പെട്ടു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം
അള്ളാന്റെ അടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരാജയത്തിന്റെ കാരണം. രണ്ടാമത്തെ കാരണം പറയുന്നു നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. ഞാനാരാ മതേ, ഞാനാരാ മതേ, ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു. അങ്ങനെ ചെയ്ത ഇബാദത്തുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവൻ പരാജയപ്പെട്ടു പോകുന്ന കാരണമെങ്കിൽ ഒരാളിനും അറിയില്ല ഇബാദത്തുകൾ സ്വീകരിച്ചിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്, പിന്നെ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും എന്ത് കാരണമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നാൽ അമലിന്റെ മേലേക്ക് മാറി ചെയ്തത് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു അവൻ പരാജയപ്പെട്ടു പോകും. മുഹമ്മദ് റസൂലുള്ളാഹ്. മൂന്നാമത്തെ കാരണം പരാജയപ്പെട്ടു പോകുന്ന ടീം ആരാണ്? മൂന്നാമത്തെ വിഭാഗം ദുനിയാവിന്റെ കാര്യം വരുമ്പോൾ അവനെക്കാളും മുകളിലുള്ള ആളുകളിലേക്ക് നോക്കാം. ഒരു വീട് വെക്കാൻ നോക്കുമ്പോ അവന്റെ കയ്യിലുള്ള പൈസയുടെ അളവല്ല നോക്കുന്നത്, അപ്പുറത്തെ ആചാരുടെ നില നോക്കുന്നു, മൂപ്പരുടെ സിറ്റൗട്ട് നോക്കുകയാണ്, അയാളുടെ മറ്റൊരു വീടിന്റെ ഭംഗി നോക്കുക, പരിസരം നോക്കിയിട്ടാണ് എന്റെ ദുനിയാവിന്റെ വിഷയം വരുമ്പോൾ അവനെക്കാളും ഉയർന്ന ആളുകളിലേക്കാണ് മകളുടെ കല്യാണം. പല സഹോദരന്മാരും നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലവരെ ഇറങ്ങിക്കാൻ ഇന്നും ഒരു സഹോദരൻ പ്രത്യേകമായി നടക്കാൻ പറഞ്ഞു. പടച്ചവനെ ഹലാലായ അമലുകളെ എത്രയും പെട്ടെന്ന് നൽകുകയല്ലേ. ചില ആളുകൾ രാജ്യാന്തര മക്കളെ നിക്കാഹിക്കുമ്പോ അവരുടെ സാമ്പത്തിക ശേഷിയല്ല നോക്കുന്നത്. പിന്നെയോ അപ്പുറത്തെ മറ്റേ മൂപ്പര് മറ്റേ ആചാര് 100 പവനാണ് കൊടുത്തത്. നമുക്കൊരു 1 കിലോ എങ്കിലും തികച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മോശമല്ലേ, കുറച്ച് പലിശക്കെടുത്തിട്ടാണ്. ദുനിയാവിന്റെ വിഷയം വരുമ്പോൾ മുകളിലേക്ക് നോക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു മോട്ടോർ സൈക്കിൾ, ഒരു ചെറിയ ഹീറോയുടെ സ്പെൻഡറോ എന്താ ഫാഷനോ പിന്നെ എന്താന്ന് വെച്ചാൽ 180 ഏതാന്ന് വെച്ചാൽ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോയി ഉള്ള പൈസ ഒപ്പിച്ച് ചിന്തിക്കണം. ഉള്ള പൈസ ഒരു 85 രൂപ ഒപ്പിച്ചാൽ പുതിയ വണ്ടി അല്ലേ 85 കിട്ടും. ഒരു പുതിയ പൈസ പോകുന്ന വഴിക്ക് നോക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ പഠിച്ചാൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിന്റെ അവിടെ നോക്കുമ്പോ ഒരു കാർ ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മുടെ അയൽപക്കത്ത്. അപ്പൊ മൂപ്പരെ നോക്കിയാൽ ഈ 85,000 കൊടുത്താൽ ബാക്കി ഇൻസ്റ്റാൾമെന്റ് വകുപ്പ് വേണമെങ്കിൽ ഒരു ചെറിയ കാർ എന്നെ കൊണ്ടെടുക്കാൻ പറ്റും. അവൻ ആ പലിശ ഇല്ലാതെ 2 വീലർ മാറ്റിയിട്ട് പലിശയോടുകൂടി 4 വീലർ ആക്കാൻ അവന്റെ പൈസക്കൊറ്റ പണിയല്ല നടക്കുന്നത്. ചില ആളുകള് പൈസ ഒക്കെ ഒപ്പിച്ച് എന്നാ പിന്നെ ഒരു സ്വിഫ്റ്റ് അല്ലേപ്പോട്ട് ഒരാൾട്ടോ കാർ വാങ്ങാൻ പോയി. ആട്ടോ അല്ല ആൾട്ടോ. പോകുന്ന വഴിക്ക് പുറത്തോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴോ അവിടെ നോക്കുമ്പോ ഒരു സ്വിഫ്റ്റ് കിടക്കാൻ. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് ആൾട്ടോ പറ്റുമോ? അവന്റെ പരിസരമാണ് അവന്റെ പൈസകളല്ല. ദുനിയാവിന്റെ വിഷയം വരുമ്പോൾ അവനെക്കാളും മുകളിലോട്ട് നോക്കി പോവാം. പരാജയപ്പെട്ടുപോലും മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ കാരണം കേട്ടോളി, അതിനേക്കാളും വലിയ രസമാണ്, ഗൗരവമാണ്. ദീനിന്റെ വിഷയം വരുമ്പോൾ അവനെക്കാളും ദുനിയാവിന്റെ വിഷയം വരുമ്പോ ആളിനേക്കാളും മുകളിലാണ്. ദീനിന്റെ വിഷയം വരുമ്പോ അവൻ നോക്കുന്നത് അവനേക്കാളും താഴെയുള്ള ആളുകൾക്കാളും. പെരുന്നാളിന് മാത്രം പള്ളിയിൽ കയറുന്ന ചില മിടുക്കന്മാരുണ്ട്. ഇവിടെ ഉണ്ടോന്നറിയില്ല അങ്ങനെയുള്ള ഭാഗ്യം കെട്ട ആളുകൾ. അള്ളാഹു കാത്തിരക്ഷിക്കുന്നവരാകട്ടെ. ആ വലിയ പെരുന്നാളിനും
വലിയ പെരുന്നാളും കൊച്ചു പെരുന്നാളിനും മാത്രം, വേറെ വെള്ളിയാഴ്ച പോലും ഉണ്ടാവൂല. ഇങ്ങനെയുള്ള ആളുകൾ എന്താ ചിന്തിക്കുന്നതെന്നറിയോ? നല്ല കുപ്പായക്കെട്ട്, ഇനിയിപ്പോ പെരുന്നാൾ വരുന്നുണ്ടല്ലോ, കൊച്ചു പെരുന്നാൾ, നല്ല കുപ്പായക്കെട്ട് അത്ര കടിച്ചു കിട്ടു, പെരുന്നാളിന് മാത്രം പള്ളിയിൽ വരുന്ന ആളുടെ ചിന്ത എന്താ? പഠിച്ചോനെ ഞാൻ തിരക്കേടില്ലാത്ത ആളാണ്. എന്താ കാരണം? പെരുന്നാളിനെങ്കിലും പള്ളിയിൽ കയറുന്നുണ്ട്, നോട്ടം പോയിട്ടോ. പെരുന്നാളിന് പോലും പള്ളിയിൽ കയറാത്ത ആളുകൾ എത്ര ഉണ്ടാവും? ഇത്ര ചിന്തയാ. നോട്ടം താഴോട്ടാ ദീനിന്റെ വിഷയം വന്നപ്പോൾ അതിനേക്കാളും താഴോട്ട് നോക്കാൻ. എന്നാലും 5 നേരം ഈ വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുന്നവരുണ്ട്. അങ്ങനെ വെള്ളിയാഴ്ച കുർബാന മാത്രം നടത്തിയാൽ രക്ഷപ്പെടുമെന്നുള്ള വ്യാമോഹം നമുക്ക് വേണ്ട. അങ്ങനെ എടോ പെരുന്നാളിൽ ഒരു പെരുന്നാൾ പോലെ വെള്ളിയാഴ്ചയുടെ മഹത്വമുള്ളവർക്ക് മഹത്വമുള്ളത് 6 ദിവസവും കൃത്യമായി നിസ്കരിക്കുന്നവർക്ക് വെള്ളിയാഴ്ചക്ക് മഹത്വമുള്ളത്. അല്ല, വെള്ളിയാഴ്ച മഹത്വം വാങ്ങാൻ വേണ്ടി മാത്രമേ അള്ളാഹു കൊടുത്ത പരിഗണനയുള്ളൂ. 5 നേരവും നിസ്കാരം ഓരോ ദിവസമുണ്ട്. ചില ആളുകളുടെ പോക്കണ്ടായിരിക്കും, ഇതങ്ങോട്ട് പോയി ഒപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ, ഒരാഴ്ചത്തൊക്കെ ശരിയാകുന്നു. ഒരാഴ്ചത്തെ പാപം പൊറുക്കുകയൊക്കെ ഒരു വെള്ളിയാഴ്ചയോടെ, ഒരു വെള്ളിയാഴ്ച മുതൽ മറ്റേ വെള്ളിയാഴ്ചയോടെ വരെയുള്ള പാപങ്ങൾ പൊറുക്കുക ആർക്കാണ്? ബാക്കി 6 ദിവസം പരിഗണിക്കുന്നവർക്കാണ്. നീ വിചാരിക്കുന്നുണ്ടാ ഓരോ വെള്ളിയാഴ്ച പോയി ഇങ്ങോട്ട് ഇരുന്നു കഴിഞ്ഞ് ഓക്കെയാണ്. അപ്പൊ ഇങ്ങനെ വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ആളിന്റെ ചിന്തയുണ്ടാ? ഞാൻ എത്ര കാര്യപ്പെട്ട ആളാ. എന്താ കാരണം? വെള്ളിയാഴ്ച പോലും പള്ളി കയറാതെ എത്ര മനുഷ്യന്മാരാ, ഞാൻ എന്ത് മുടുക്കാനാണല്ലേ? നിങ്ങൾ ആലോചിക്കണം. വല്ലപ്പോഴൊക്കെ സമയം പോലെ മറ്റുള്ള വക്കത്തുകൾക്ക് നിസ്കരിക്കാൻ ചില ആളുകൾ വരാറുണ്ട്. എല്ലാ ജോലിയും ഇനി ഒരു ജോലിയില്ല, ഒക്കെ തിരക്കൊക്കെ ഒഴിവായി ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇന്നിപ്പം നിസ്കരിക്കാൻ സമയമുണ്ടല്ലോ. അങ്ങനെ വരുന്ന ചില മുടുക്കന്മാരുണ്ട്. അവന്റെ ചിന്ത എന്താ? ഞാൻ എത്ര കാര്യപ്പെട്ട ആളാ, വല്ലപ്പോഴെങ്കിലും പള്ളിയിൽ വരുന്നുണ്ടല്ലോ, വല്ലപ്പോഴെങ്കിലും പള്ളിയിൽ വരുന്നുണ്ടല്ലോ, വല്ലപ്പോഴും വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുന്ന എത്ര ആളുകളുള്ളത്, ഞാൻ ഇടയ്ക്കെങ്കിലും വന്ന് പള്ളിയിൽ വന്ന് വക്കത്ത് നിസ്കരിക്കുന്നു. 5 നേരവും നിസ്കരിക്കുന്ന ആളുകളുണ്ട്, സുന്നത്ത് നിസ്കരിക്കൂല. എന്താ കാരണം? 5 നേരം കൃത്യമായി നിസ്കാരമില്ലാത്ത എത്ര ചങ്ങായിമാരെ നാട്ടിലുള്ളത്, കൂടുതലും അങ്ങനെയുള്ള ആളുകളല്ലേ. ഞാൻ 5 നേരമെങ്കിലും പള്ളിയിൽ വരുന്നില്ല, ഇതിന് എത്ര വലിയ കാര്യമാണ്. നോട്ടം വേണം നിങ്ങള് താഴേക്കാണ് നോട്ടം വരുന്നത്. അതിനേക്കാളും ഉയരല്ല കോടിക്കണക്കിന് നിർമ്മാണങ്ങളും നിത്യങ്ങളും ജീവിച്ചുകൊണ്ടല്ലേ. അവരെക്കുറിച്ച് ആലോചനയില്ല. നമ്മളെക്കാളും താഴെയുള്ള ആളുകളെ അങ്ങനെ മാറ്റവും പരാജയപ്പെട്ടു പോയി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കട്ടെ, നമ്മുടെ അമലുകളെ കുറിച്ച് നമുക്ക് ഇന്നുവരെയുള്ള വല്ല പ്രയാസമുണ്ട്, വല്ല വേദനയും തോന്നിയിട്ടുണ്ട്? ഒന്ന് ചിന്തിക്കാൻ ചില ചിന്തയ്ക്ക് ഞാൻ വഴി നടന്നിരിക്കുകയാണ്. നമ്മുടെ അമലുകളെ കുറിച്ച് എന്തെങ്കിലും ഒരു ബേജാറ് നമുക്ക് തോന്നിയിട്ടുണ്ട്? ഞാൻ ചെയ്യുന്ന അമലമെന്ന് വളരെ തെളിയിച്ചാണ് അത് സ്വീകരിക്കുന്നു. നല്ല പേടിയ നമുക്ക് തോന്നാറുണ്ട്. മഹാന്മാരായ സാലിഹീങ്ങൾ അവരുടെ ചിന്ത എന്താണെന്നറിയുന്നു. മഹാനായ അത്താഉസ്സലമി മഹാനവരുടെ ജോലി എന്താണ്? തുണി നെയ്യുന്നതാണ്, തുണി നെയ്ത്തുകാരനാണ്. അവിടുന്ന് വീട്ടിൽ നിന്ന് തുണി നെയ്യുക, അത് ബജാറിന് കൊണ്ടുപോയി വിൽക്കുക, അതിൽ നിന്ന് കിട്ടുന്ന പൈസ വീട് മുന്നേറ്റുന്നു. അത് കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടി കേട്ടോ. തിരിഞ്ഞോ? മിണ്ടില്ലെങ്കിൽ ഞാൻ തിരിഞ്ഞോ? ആർക്കൊക്കെയോ തിരിയാത്തവരുണ്ട്. വ്യാപാരി ഏറ്റവും താണ വില പറയുന്നു. നല്ല വില കിട്ടുമെന്നുള്ള പ്രതീക്ഷ
റളിയല്ലാഹു അൻഹു വ്യാപാരിയുടെ അടുത്ത് വന്നപ്പോ വ്യാപാരി വളരെ ലോ റേറ്റാണ് പറഞ്ഞത്, കുറഞ്ഞാണെന്ന് പറഞ്ഞത്. അതിനെന്ത് കാരണമാരായെന്ന് തകരാറ് പലതും ഉള്ളതാ കാട്ടുന്നു. എന്താണ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ദൈവത്തില്ലേ ഇതിന് വില പറഞ്ഞു പോകാനുള്ള കാരണമുണ്ട്. നിങ്ങളും ദൈവത്തിലേക്ക് ഇന്ന് തകരാറുണ്ട്, ഇന്ന് കുഴപ്പമുണ്ട്, ഈ ഭാഗത്തെ സ്റ്റിച്ച് ശരിയായിട്ടില്ല, ഇവിടെയുള്ള ആ തുണി അതാ ഏറിപ്പോയി കുറഞ്ഞുപോയി, ഇങ്ങനെ ഓരോ കുറ്റങ്ങളും കുറവുകളും മഹാനായ അതാഉസ്സലമി റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് വ്യാപാരി പറയാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ തുണിയുടെ വില കുറഞ്ഞു പോയത്. സഹോദരങ്ങളെ, ഉടൻ തന്നെ അതാഉസ്സലമി വിങ്ങിക്കരയലായി. വ്യാപാരി കണ്ടത് മഹിമയിൽ തകരാറ് പലതും കാട്ടിക്കൊടുത്തപ്പോൾ പൊട്ടിക്കരയാണ്, വാവിട്ട് ചെറിയ മക്കളെ പോലെ കരയാണ്. വ്യാപാരി വളരെ സമാധാനത്തിൽ പറയുന്നു, കരയല്ലേ, വിലയെന്ത് വേണം ഞാൻ തരാം, കരയണ്ട. വിലയെന്ത് വേണം ഞാൻ തരാം, കരയണ്ട. അതാഉസ്സലമി തങ്ങൾ പറഞ്ഞു, കരയുന്നതിനാണെന്നു താൻ ധരിക്കേണ്ട. കരയുന്നതിനാണെന്നു താൻ ധരിക്കേണ്ട. എന്റെ തുണിയുടെ വില കുറഞ്ഞു പോയത് കൊണ്ടല്ലോ, എനിക്ക് വില കുറഞ്ഞേ കിട്ടിയിട്ടുള്ളൂ എന്ന വിഷമത്താലല്ല ഞാൻ കരയുന്നത്. സുബ്ഹാനല്ലാഹ്, അതാഉസ്സലമി തങ്ങൾ പറയാണ്, തുണി നെയ്യലിൽ ഞാൻ നിപുണനാണ്, കേൾക്കുക. വളരെ കഴിവുള്ള ആളാണ് ഞാൻ. ഇത് നെയ്തതിൽ അതിസൂക്ഷ്മമാണ് അറിയുക. സാധാരണക്കാളും അതീതമായി വളരെ ത്യാഗം ചെയ്ത് കൊണ്ടുവന്ന തുണിയാണ്. സുബ്ഹാനല്ലാഹ്, തുണിനോട്ടമിൽ കഴിവുള്ള തന്നുടെ മുന്നിൽ തകരാറു പലതും ബോധ്യമായി ശരിക്കന്നിൽ. ഞാനൊരു കുഴപ്പമില്ലാന്ന് വിചാരിച്ച് നെയ്ത ഈ തുണി നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഓരോ തകരാറുകളും നിങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തി തരുകയാണ്. അഅ്മാലു പലതും, നീയാണ് പോയിന്റ് ശ്രദ്ധിക്കണേ, അഅ്മാലു പലതും ചെയ്യലുണ്ട് എന്ന്, അതിനുള്ള ചക്കർ റബ്ബു തന്നാണെന്ന്. ഇത് നോക്കിയാൽ തകരാറതിൽ പെരുകുന്നതാ എന്നുള്ളതിൽ ചിന്തിച്ച് ഞാൻ കരയുന്നതാ. എന്റെ തുണിക്കൊരു കുഴപ്പമില്ലല്ലോ, ഞാൻ വളരെ ശ്രദ്ധയോടെ നെയ്ത് നിങ്ങളുടെ മുമ്പിൽ തുണി നോട്ടക്കാരനായി നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോ അതിന്റെ തകരാറ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നില്ലേ. ഞാനെന്റെ റബ്ബിന് വേണ്ടി ഒരുപാട് അമല് ചെയ്യുകയാണ്, രാവും പകലും എന്റെ നാഥന് വേണ്ടി ഞാൻ ഒരുപാട് അമലുകൾ ചെയ്യുകയാണ്. എന്റെ ചിന്ത ഇതിനൊരു കുഴപ്പമില്ലല്ലോ, എന്റെ അമലല്ലേ സ്വീകരിക്കണല്ലോ, ഒരു തകരാറും എന്റെ അമലില്ലല്ലോ. ചാരിയ അമലുമായി പറയോടൊക്കെ കടന്നു ചെല്ലുമ്പോ എന്റെ അമല് ചർച്ച ചെയ്യുന്നൊരു റബ്ബുണ്ടല്ലോ. ആ റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ എന്റെ അമലുകളുടെ തകരാറ് മുഴുവനും അവൻ കണ്ടുപിടിക്കുന്നല്ലോ. അതോർത്തിട്ടുകാരി കറപ്പുപോകണോ. എന്റെ മുമ്പിലുള്ള സഹോദരല്ലേ, എന്റെ പരിസരത്തിൽ എന്ന പല്ലന്മാരെ ജീവിതത്തിൽ ഒരുവൻ കരച്ചിൽ കേൾക്കും ഒരു ചെറിയ വ്യസനം നമ്മുടെ
മനസ്സിലുണ്ടായിട്ടുണ്ട്. സ്വർഗം, ആ സ്വർഗത്തിന് പര്യാപ്തമായ ആളുകളാണ് കൊടുക്കുന്നത്. അതിനാൽ നരകത്തിലേക്കുള്ള കവാടം തുറക്കുന്ന പാപമായുള്ള പ്രവർത്തനം നടത്തുന്ന ആളാണ് ചോദിക്കാരോ ജീവിതമല്ലേ. പരീക്ഷണ ലോകമല്ലേ, ഇത് പരീക്ഷണ ലോകമല്ലേ, ഇത് ആത്മാവിന് പൗരവിട്ടേണ്ട ലോകമല്ലേ. നമ്മുടെ ശരീരത്തിൽ ഒരു അത്ഭുതകരമായ ആത്മാവുണ്ട്. നിൽക്കുമ്പോ കേവലം ദേവിയല്ല നിൽക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മാനെ നമ്മൾ ഉമ്മാനെ വിളിക്കുമ്പോ ആ ഉമ്മാനെ വിളിക്കുമ്പോ ശരീരത്തെയല്ല വിളിക്കുന്നത്. വിളിക്കുമ്പോ ശരീരത്തെയല്ല വിളിക്കുന്നത്. അവനെന്നും അവളെന്നും അവരെന്നും നമ്മൾ സംബോധന ചെയ്യുമ്പോൾ എല്ലാം വിളിക്കുന്നത് ആത്മാവില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ്. ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിക്കുന്നുണ്ടോ? നമ്മുടെ ഉമ്മ മരണപ്പെട്ട് മുമ്പിൽ കിടക്കുകയാണ്. നമ്മുടെ സഹോദരൻ മരണപ്പെട്ട് കിടക്കുകയാണ്. പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ട് കിടക്കുകയാണ്. എന്താ പറയുന്നത്?
അഴിച്ചു കൊടുത്തിട്ടും പെങ്ങളെ ഞാൻ ചോദിക്കുന്നത് നിനക്കാ വീട്ടിൽ കയറാൻ ധൈര്യമുണ്ടോ? അരിച്ചു പറക്കി നോക്കി. 2000 സ്ക്വയർ ഫീറ്റുള്ള വിശാലമായ വീടാന്ന് കൂട്ടിക്കോ. അരിച്ചു പറക്കി നോക്കിയിട്ട് ഇതിനകത്ത് ഇല്ലാന്ന് ഉറപ്പ് കൊടുത്തു. എന്നാലും ഇത്രയും വിശാലതയുള്ള വീട്ടില് പിന്നെന്താ ചെയ്യാ? ഒരു വടി എടുക്കുക, അതിന്റെ അടുക്കളയുടെ വാതിൽ പിടിച്ചിങ്ങനെ അടയ്ക്കുക, തറവാട്ടിലോ എവിടെങ്കിലും പോയിട്ട് ഒരാഴ്ച നിൽക്കുക. പേടി മാറിയിട്ട് പിന്നെ വരുന്നത്. അഥവാ നല്ല ധൈര്യം സംഭരിച്ചു ഏതെങ്കിലും താത്തമാര് സഹോദരിമാര് ഇന്നമാര് കടന്നാലോ അന്നത്തെ രാത്രി ഉറക്കമില്ല. കാരണം കണ്ണടക്കുമ്പോ പത്തി വളർത്തിയ പാമ്പാണ്. കണ്ണടച്ചാലും പാമ്പാണ്, കണ്ണ് തുറന്നാലും പാമ്പാണ്. ഈ സഹോദരിയുടെ ചിന്ത എന്താണ്? പടച്ചവനെ, ഈ പാമ്പ് ഞാൻ കിടക്കുന്ന കട്ടിലിന്റെ അടിയിലുണ്ടാകുമോ? എന്റെ കുഞ്ഞ് തൊട്ടിലിൽ കിടക്കുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ പാമ്പ് കത്തുന്നു. എന്റെ ഭർത്താവുണ്ട്, എന്റെ ഭർത്താവിനെ പാമ്പ് കടിക്കുന്നു. എന്റെ ഉമ്മയുപ്പ അപ്പുറത്തുണ്ട്, എന്റെ ഉമ്മയും ഉപ്പയും പാമ്പ് കടിക്കുന്നു. അങ്ങനെ ഒരു ചിന്തയോടെയാണ് നേരം വിളക്കുന്നത് പറഞ്ഞ് പേടിച്ച് ഉറങ്ങാത്തമാണ്. കേട്ടാൽ എനിക്ക് പകരം മാളമേ കാലം കരുതുന്നത് സന്തോഷമാണവകൾക്ക് നീ ചെയ്യുന്നതിൽ കോമളം കുലമായ ശരീരം സമരത്തിലാണ് സമരം ആ ഖബറിലേക്ക് പാമ്പിനെ അല്ലാഹു നീ വീടടച്ച് പാമ്പിനെ പേടിച്ച് പോകുന്നതുപോലെ നമുക്ക് ഖബറ് കളിച്ച് ഓടാൻ പറ്റുമോ? തിരിയുന്നുണ്ടായി. ആർക്കതിരിയത്തുണ്ട്? ബറബറ വരും. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ. ഇന്ന് ബറബറയുടെ കളിയാവത്തുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ. കുറച്ചുകൂടെ ക്ലീനാക്കാൻ നീ എന്റെ ഫ്ലോ പോയി, നീ എന്റെ കൊണ്ട് പിടിക്കാൻ പോവാ. മുമ്പില്ല ഹൈറ്റുള്ളൊരു പെണ്ണിനെ ഒരു നീളം കുറഞ്ഞ ഒരാള് കെട്ടി കല്യാണം കഴിച്ചപ്പോ മൂപ്പര് രാവിലെ കാര്യങ്ങളൊക്കെ റാഹത്തല്ലേ എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു ഒന്നൊക്കുമ്പോ ഒന്നൊക്കുന്നില്ല എന്ന് പറഞ്ഞ മാറ്റി ഒന്നൊപ്പിച്ചു. ഇനി അടുത്ത എന്റെ തൊണ്ട ചുരുക്ക ഒരു വിഷയം എന്താ പറഞ്ഞു? അതങ്ങ് പറഞ്ഞേ. അത് മനസ്സ് വെക്കണ്ട. ഈ ഒന്നും പറയാൻ പറ്റില്ല മനുഷ്യന്മാരോട്. ഇപ്പൊ പറഞ്ഞതങ്ങ് മറന്നേക്കാൻ. മറ്റേ ആള് പെണ്ണ് കിട്ടിയ കാര്യം അത് പിടിച്ചോണ്ടിരിക്കുകയാണ്. മുഖത്തിന്റെ പ്രസന്നത നല്ല ഇണകളല്ല, എന്താ പറഞ്ഞു നിർത്തി നമ്മൾ? ആ സഹോദരിയുടെ ഖബറിലേക്ക് അല്ലാഹു തആല ഒരു പാമ്പിനെ ഇട്ടു നിന്നാൽ അവിടെ നിന്നും ഖബർ വിളിച്ചു പോകാൻ നമുക്കുണ്ടാവില്ല. പെങ്ങളെ, അതുകൊണ്ട് ശരിക്കാലോചിക്കണം. അല്ലാഹു വെച്ചിട്ടുള്ള ശിക്ഷ അതികഠിനമാണ്.
അള്ളാഹുവിനെ ഭയന്നുകൊള്ളണം. വല്ലാത്ത ആപൽപരമായ ലോകം അള്ളാഹു കാത്തുരക്ഷിക്കുന്നുണ്ട്. ഒരൊറ്റ ഹദീസും കൂടെ പറഞ്ഞു ഇൻഷാ അല്ലാഹ് തൽക്കാലം ചുരുക്കാനും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലതമാതുന്ന കമാ തനാമൂൻ ലതുബഅസുന്ന കമാ തസ്തഖിലൂൻ. ഒരാളിന്റെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ അവന്റെ അവസാനം, ജീവിതത്തിന്റെ അവസാനം, യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കം, ഈ നിസാരമായ സമയത്തിന്റെ ഒടുക്കം, മരണമില്ലാത്ത ജീവിതത്തിലേക്കുള്ള തുടക്കമാകുന്ന മരണം. മരണമില്ലാത്ത ജീവിതത്തിന്റെ തുടക്കമാണ് മരണം. മനസ്സിലാകുന്നില്ലല്ലോ? മരണം കൊണ്ട് തുടങ്ങുന്ന ജീവിതം മരണമില്ലാത്ത ജീവിതത്തിലേക്കുള്ള തുടക്കം. അത് മരണം കൊണ്ടാ തുടങ്ങുന്നത്, പിന്നെ മരണമില്ല. ആ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആള് രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് നൽകുന്നുണ്ടാകട്ടെ. അതിനുവേണ്ടി ഒരൊറ്റ പോയിന്റ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കടന്നുവന്ന ഒരു ജൂതനായൊരു പണ്ഡിതന്റെ ഒരു ചെറിയ സീറത്തും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയൊരു ദ്വാരക്ക് അല്ലാഹു ബർക്കത്ത് നൽകുന്നുണ്ടാകട്ടെ. പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സദസ്സിലേക്ക് കടന്നിരിക്കുക. അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുന്നുണ്ടാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിക്കണം. അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലതമൂതുന്ന കമാ തനാമൂൻ ലതുബഅസുന്ന കമാ തസ്തഖിലൂൻ. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നവരെ പോലെ